ഹലോ എവരിവൺ, സഹകാരി റൈസ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഇത്രയും ദിവസം എല്ലാവരും കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ഇതാ വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന കേരള PSCയുടെ ഗ്ലാമറസ് ആയിട്ടുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇതാ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ തന്നെ മെയ് 30 വന്നിരിക്കുകയാണ്. ഓക്കെ, വേറെ ഒന്നിലും വ്യത്യാസമില്ല. ഡിപ്പാർട്ട്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. പോസ്റ്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് തന്നെയാണ്. സാലറി പേ ഓഫ് സ്കെയിലൊന്നും വ്യത്യാസമില്ല. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. അതായത് പ്രത്യേകിച്ച് ഒരു ഇത്ര 30-40 എന്നൊരു വേക്കൻസി ലിമിറ്റ് പറയുന്നില്ല. പകരം നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം, AI ക്യാമറയൊക്കെ കൂടുകയാണ്, പലതരം ട്രാഫിക് റെഗുലേഷൻസും പലതരം റോഡ് നിയമങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണെങ്കിലും നമ്പർ ഓഫ് വേക്കൻസീസ് കൂടുകയല്ലാതെ ഇനി വരുന്ന കാലങ്ങൾക്ക് കുറയുന്നില്ല. കാരണം ഒരുപാട് വേക്കൻസീസ് അല്ലെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ള പോസ്റ്റാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സോ നമ്മുടെ നാട്ടിൽ വരുന്ന ടെക്നോളജിയുടെ ചേഞ്ച് അനുസരിച്ച്, മാറ്റങ്ങൾക്കനുസരിച്ച് നമ്പർ ഓഫ് പോസ്റ്റ് എന്താണെങ്കിലും കൂടുകയല്ലാതെ കുറയുകയില്ല. അപ്പോൾ എല്ലാവർക്കും, അതായത് ഹെവി ലൈസൻസ് ഉള്ള, ഡിപ്ലോമ പാസ്സായിട്ടുള്ള, മെക്കാനിക്കൽ ഓട്ടോമൊബൈലോ ഡിപ്ലോമ പാസ്സായിട്ടുള്ള, അതുപോലെ തന്നെ BTech ക്വാളിഫിക്കേഷനോ BE ക്വാളിഫിക്കേഷനോ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും, ഉദ്യോഗാർത്ഥികൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയുന്ന യൂണിഫോം ജോബ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് വന്ന മാറ്റം എന്താണ്? നമ്മുടെ മുമ്പത്തെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൽ 2023 നടന്ന എക്സാമിൽ വയസ്സ് എന്ന് പറയുന്നത് 21 മുതൽ 36 വയസ്സ് വരെയാണ് വിളിച്ചിരുന്നത് എങ്കിൽ ഇത്തവണ ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. അതായത് 21 മുതൽ 40 വയസ്സ് വരെയാണ് എന്താണ് നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 1986-നും 2005-നും ഇടയിൽ ജനിച്ച എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, റിലാക്സേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ലൈക്ക് എന്താണ്, OBC അതുപോലെ SC/ST വിഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദി പോസ്റ്റ് വിത്ത് യൂഷ്വൽ റിലാക്സേഷൻ ടു ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ് ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ, സോ അടുത്തെന്താണ്? ഓക്കെ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള പരീക്ഷ, SSLCയോ CBSEയോ ICSEയോ ഏതെങ്കിലും സിലബസ് THSLCയോ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാന യോഗ്യത. അതിനുശേഷം രണ്ടാമത്തെ യോഗ്യത ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള അംഗീകൃതമായിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിപ്ലോമയോ BTechോ എടുത്ത, ഡിപ്ലോമയോ അതിന് മുകളിലോട്ടുള്ളത്, ഓട്ടോമൊബൈലിലോ മെക്കാനിക്കലോ ഡിപ്ലോമ എടുത്ത ആൾക്കാരോ അല്ലെങ്കിൽ അതിനേക്കാളും മുകളിലോട്ടുള്ള ഡിപ്ലോമ ഓർ ഹയർ ആണ്, BTechോ BEയോ, BE എന്ന് വെച്ചാൽ ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗോ പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് തന്നെയാണ് ഏത്, ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് തന്നെയാണ് നമ്മുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സോ ഇതിൽ വേറെ മാറ്റമായിട്ടൊന്നുമില്ല. ഓക്കെ, നേരത്തെ നമ്മൾ ഹൈറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു നേരത്തെ വീഡിയോയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വിജ്ഞാപനത്തിൽ ഇറങ്ങിയതുപോലെ തന്നെ, നോട്ടിഫിക്കേഷനിൽ വന്നതുപോലെ തന്നെ ബോയ്സിന്റെ, അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 165 സെന്റിമീറ്റർ ആണ്, ഫീമെയിലിന്റെ 152 സെന്റിമീറ്റർ ആണ്, ചെസ്റ്റ് 81 സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് എന്ന് പറയുന്നത് ബോയ്സിന്റെ കേസിൽ. ഫീമെയിലിന്റെ കേസിൽ ചെസ്റ്റ് സൈസ് എന്താണ്, അത് ആപ്ലിക്കബിൾ അല്ല. അതിനുശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഐ വിഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് വിഷൻ ആണെങ്കിൽ ഓരോ റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും ഇൻഡിവിജ്വൽ ആയിട്ട് 6/6 സ്നെല്ലനും, നിയർ വിഷൻ ആണെങ്കിൽ 0.5 സ്നെല്ലനുമാണ് എന്ത് നമുക്ക് കാഴ്ചയുടെ വിഷന്റെ എന്താണ് ഡേറ്റ ആയിട്ട് അല്ലെങ്കിൽ റിക്വയർമെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ് ഇതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ PSCയുടെ നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയിട്ട് അസിസ്റ്റന്റ് സർജൻ സ്പെഷ്യലൈസ്ഡ് ഇൻ ഒഫ്തമോളജി ഓഫ് എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് സർജൻ തസ്തികയിലുള്ള ഒരു ഒഫ്തമോളജി സ്പെഷ്യലിസ്റ്റ്, ഒഫ്തമോളജി ഡോക്ടർ, ഒരു കണ്ണ് ഡോക്ടർ രേഖപ്പെടുത്തി തന്ന എന്താണ് ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിട്ട്. അത് നമ്മുടെ PSCയുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമുക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ സ്ഥലത്ത് SSLC ഡിപ്ലോമ മാത്രം പോരാ, നമുക്ക് ഒരു കാര്യം കൂടെ വേണം. എന്ത് വേണം? ഹെവി ലൈസൻസ്. അതാണ് എന്താണ്, മസ്റ്റ് ഹോൾഡ് എ കറന്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഓതറൈസിംഗ് ഹിം ടു ഡ്രൈവ് മോട്ടോർ സൈക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആൻഡ് ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ. ഒരു ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് സാധാരണ ഓക്കെ, ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സാധാരണ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് ഉണ്ടായിരിക്കും. സോ ഈ ഹെവി ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അതായത് ഈ പരീക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 1 സോ ഒരു മാസം സമയമുണ്ട്
ഹെവി ടെസ്റ്റ് എഴുതി കാത്തു നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്താണ് നിങ്ങളുടെ ഹെവി ലൈസൻസ് ഉറപ്പിക്കുക. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ജൂലൈ 1 മുമ്പായിട്ട് ഹെവി ലൈസൻസ് നിങ്ങളുടെ പക്കലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് മെയിനായിട്ട് പറയാനുള്ള പ്രധാനമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. ഒരു വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നും കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ ഈ നോട്ടിഫിക്കേഷനിലോട്ട് വന്നിട്ടില്ല. ഈ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് ആ ഒരു ഇൻസ്പെക്ടർ ആയിട്ട് ജോലിയിൽ കയറുന്ന സമയത്ത് 3 വർഷ കാലയളവിനുള്ളിൽ 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുകയാണ്. ഈ 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡിനുള്ളിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശിച്ച പ്രകാരം 10 മാസത്തെ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കുകയാണ്. 2 വർഷത്തെ പ്രൊബേഷൻ, ആ 2 വർഷത്തിൽ 10 മാസം ട്രെയിനിങ് ഉണ്ടായിരിക്കുകയാണ്. നിങ്ങളുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിപുലമായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് പൂനെയിലും മുംബൈയിലും കൊണ്ടുപോയിട്ട് എന്താണ് ഏറ്റവും നല്ല രീതിയിൽ പരിചയസമ്പന്നരായിട്ടുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള മെക്കാനിക്സിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്കൊരു ഓട്ടോമൊബൈൽ വിദഗ്ധന്റെ കീഴിൽ നിന്ന് ഡയറക്റ്റ് ലഭിക്കുന്ന ഒരു 10 മാസത്തെ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കുകയാണ്. ആ ട്രെയിനിങ് പീരീഡ് മാത്രമല്ല, 10 മാസത്തെ ടെക്നിക്കൽ നോളജ് മാത്രമല്ല, ഫിസിക്കലായിട്ടും നിങ്ങളെ ഒരു മികച്ച വ്യക്തിയായിട്ട് വാർത്തെടുക്കുന്ന രീതിയിലുള്ള ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങും അവർ നൽകുന്നതാണ്. ഇത് തന്നെയാണ് നമ്മുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 2026 പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, 2023 നോട്ടിഫിക്കേഷനിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആപ്ലിക്കേഷൻ ഡേറ്റ് എന്നാണ് അവസാനിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ 1/7/2026 ജൂലൈ 1 രാത്രി 12 മണിയോടുകൂടി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിയും. അതിനു മുമ്പ് തന്നെ എല്ലാവരും നന്നായിട്ട് മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുത്ത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകും എന്ന് തന്നെ മനസ്സിൽ കരുതിക്കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാനായിട്ട് സഹകാരി റൈസ് പ്ലസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാവരും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിക്കുക. സിലബസ് ഇപ്പോഴല്ല, കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് സിലബസ് അറിയാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ജൂലൈ 1 രാത്രി 12 മണിക്കാണ് ഈ എക്സാമിന്റെ ലാസ്റ്റ് 12 മണിയോടുകൂടി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവാൻ വേണ്ടിയുള്ള ഈ ഒരു എക്സാമിന്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 1, 2026 ആണ്. സോ എല്ലാവരും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകും എന്ന് തന്നെ മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നിങ്ങൾ സിലബസ് കഴിഞ്ഞ 2023 സിലബസ് നോക്കുക, നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് AMVI നന്നായിട്ട് പഠിക്കുമെന്ന് മനസ്സിൽ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും സഹകാരി റൈസ് പ്ലസ് ഇവിടെ ഒരുക്കുന്നതാണ്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വീഡിയോകൾ, മറ്റ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതാണ്. സോ എല്ലാവരും എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഹെവി ലൈസൻസ് ഇല്ലാത്തവർ അത് സാധ്യമാക്കാൻ പറ്റുന്ന വഴികളെക്കുറിച്ച് ആലോചിക്കുക. സോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കീഴെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുക. സോ എല്ലാവരും ഈ ഒരു ചാനലിനെ ഫോളോ ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേഷൻസ്. ഓക്കെ.